3ds Maxൽ നിങ്ങൾ കൊറോണ റെൻഡർ ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ കൊറോണ റെൻഡർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. റെൻഡറിംഗ് വർക്ക് ഫ്ലോ മുഴുവനായി മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരുപാട് ഫീച്ചേഴ്സ് ആൻഡ് അപ്ഡേറ്റ്സുമായിട്ടാണ് കൊറോണ റെൻഡർ 15 റിലീസായിരിക്കുന്നത്. ഏതൊക്കെയാണ് ഇതിലെ ന്യൂ ഫീച്ചേഴ്സ്, ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്നെല്ലാം ഡീറ്റെയിൽ ആയി തന്നെ പറഞ്ഞു തരാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എച്ച് മീഡിയ. കൊറോണ റെൻഡർ ഫീച്ചേഴ്സിൽ ഏറ്റവും ആദ്യത്തേതും എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ടതുമായ ഫീച്ചർ ക്ലിക്ക് ടു പൊസിഷൻ സൺ ആൻഡ് മൂൺ ആണ്. ഇത് ഒരു സീനിൽ സൺ ആൻഡ് മൂൺ ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ ഈസി ആക്കുന്നതാണ്. മുൻപ് സണ്ണിന്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഫ്രെയിം ബഫറിൽ നിന്ന് തന്നെ നേരിട്ട് ക്ലിക്ക് ചെയ്ത് സൺ അല്ലെങ്കിൽ മൂണിന്റെ പൊസിഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഒരു സീനിൽ ഞാനൊരു സൺ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്രെയിം ബഫറിൽ ആക്ടിവേറ്റ് പിക് മോഡ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇതിൽ കാണാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് സൺ എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് അവിടെ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ ഇതുപോലെ ക്ലിക്ക് ചെയ്ത ഉടനെ സണ്ണിന്റെ ഡയറക്ഷൻ ചേഞ്ച് ആയതായി കാണാവുന്നതാണ്. ഇതുപോലെ സീനിലെ ഒബ്ജക്റ്റുകളെ ഫ്രെയിം ബഫറിൽ നിന്ന് തന്നെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാനും ഫോക്കസ് പോയിന്റ് സെറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. എക്സ്റ്റീരിയർ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ ഈ ഫീച്ചർ യൂസ് ചെയ്യുന്നതിലൂടെ ഒരുപാട് ടൈം നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. അടുത്ത ഫീച്ചർ വെരാസ് AI ഇന്റഗ്രേഷൻ ആണ്. ഇപ്പോൾ കൊറോണ റെൻഡറിൽ ഫ്രെയിം ബഫറിൽ നിന്നും AI പവേർഡ് ഡിസൈൻ വേരിയേഷൻസ് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. കൊറോണ റെൻഡറിൽ ഇതുപോലെ റെൻഡർ ചെയ്ത ശേഷം വെരാസ് AI അപ്ലോഡ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ റെൻഡർ ചെയ്ത ഇമേജ് വെരാസിൽ അപ്ലോഡ് ആയിരിക്കുകയാണ്. ഇവിടെ ഒരു ഇമേജിനെ എൻഹാൻസ് ചെയ്യുന്നതിനായി നമുക്ക് വേണ്ട ടൈപ്പ് സെലക്ട് ചെയ്യാവുന്നതാണ്. കമ്പോസ് എന്ന ഒരു സെക്ഷനിൽ നമുക്ക് വേണ്ട പ്രോംപ്റ്റുകൾ ടൈപ്പ് ചെയ്ത് റെൻഡർ എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്ത ആ ഒരു റെൻഡർ ഇതുപോലെ എൻഹാൻസ് ആയിരിക്കുകയാണ്. ഇതുപോലെ നമുക്ക് വേണ്ട പ്രിസെറ്റുകൾ സെലക്ട് ചെയ്ത് പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്തുകൊണ്ട് ഡിഫറെൻറ്റ് ഡിസൈൻ കോൺസെപ്റ്റ്സ് സെക്കൻഡുകൾക്കുള്ളിൽ ജനറേറ്റ് ചെയ്യാവുന്നതാണ്. കോൺസെപ്റ്റ് ക്രിയേഷൻ സ്റ്റേജിൽ ഡിസൈൻ ഐഡിയാസ് എക്സ്പ്ലോർ ചെയ്യാൻ ഇത് വളരെ യൂസ്ഫുൾ ആണ്. കൊറോണ റെൻഡർ 15ലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ ലൈറ്റ് ഓവർറൈഡ് മെറ്റീരിയൽ ആണ്. ഒരു മെറ്റീരിയൽ ഡിഫറെൻറ്റ് ലൈറ്റ് സോഴ്സുകളിൽ ഡിഫറെൻ്റ് ആയി കാണിക്കുന്നതിന് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ 2 ലൈറ്റുകൾ യൂസ് ചെയ്ത ഒരു സീനാണ് ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് കൊറോണ ലൈറ്റ് 001, ഇതൊരു വാം ലൈറ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കൊറോണ ലൈറ്റ് 002 ഇതൊരു കൂൾ ലൈറ്റ് ആയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു വാളിലേക്ക് കൊറോണ ലൈറ്റ് ഓവർറൈഡ് മെറ്റീരിയൽ നമുക്കിതിലേക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ബേസ് മെറ്റീരിയലായി ഈ വാളിൽ യൂസ് ചെയ്തിരിക്കുന്ന സെയിം മെറ്റീരിയൽ തന്നെ ഇവിടെ കണക്ട് ചെയ്യുകയാണ്. ഇനി അതിനുശേഷം നമുക്ക് ഈ ഒരു ഓവർറൈഡ് മെറ്റീരിയൽ ഈ ഒരു വാളിലേക്ക് അസൈൻ ചെയ്യാം. 2 കോപ്പികൾ ഇവിടെ എടുക്കുകയാണ്. ഈ 2 മെറ്റീരിയലുകളിലേക്കും നമുക്ക് വേണ്ട ഇമേജിനെ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. കൊറോണ ലൈറ്റ് ഓവർറൈഡ് മെറ്റീരിയലിൽ ഗ്രൂപ്പ് 1ലേക്ക് ആദ്യത്തെ മെറ്റീരിയലും ഗ്രൂപ്പ് 2ലേക്ക് രണ്ടാമത് ക്രിയേറ്റ് ചെയ്ത മെറ്റീരിയലും ഇവിടെ ആഡ് ചെയ്തിരിക്കുകയാണ്. നമുക്കിപ്പോഴും ഈ ഒരു സീനിൽ യാതൊരു ഡിഫറൻസും നമുക്ക് ലഭിച്ചിട്ടില്ല. ഇനി കൊറോണ ലൈറ്റ് ഓവർറൈഡ് മെറ്റീരിയലിൽ നിന്നും ഗ്രൂപ്പ് 1 മെറ്റീരിയലിലേക്ക് ഇൻക്ലൂഡ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇതിൽ ആഡ് ചെയ്ത ആ ഒരു വാം ലൈറ്റ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. നമ്മൾ ആ ലൈറ്റ് ആഡ് ചെയ്ത ഉടനെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന ലോഗോ ഇതുപോലെ നമുക്ക് കാണാവുന്നതാണ്. ഇനി ഗ്രൂപ്പ് 2ൽ നമ്മൾ ബ്ലൂ ലൈറ്റായി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു കൊറോണ ലൈറ്റ് 002 എന്ന ഈ ഒരു ലൈറ്റിനെ സെലക്ട് ചെയ്ത് ആഡ് ചെയ്യുകയാണ്. ഇനി ഓരോ ലൈറ്റുകളായി നമ്മൾ ഇതിൽ ഓൺ ചെയ്യുമ്പോൾ ആ ലൈറ്റുകൾക്ക് അനുസരിച്ച് ഇതിലെ മെറ്റീരിയൽ ഡിഫറെൻ്റ് ആയി ഷോ ചെയ്യുന്നതായി ഇവിടെ കാണാവുന്നതാണ്. അതായത് നോർമൽ ലൈറ്റിൽ നമുക്ക് ഈ ഒരു വാൾ പ്ലെയിൻ ആയാണ് ഇവിടെ കാണുന്നത്. നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്ന ഓരോ ലൈറ്റും സെലക്ട് ചെയ്ത് നോക്കുമ്പോൾ ആ ലൈറ്റിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ലോഗോയും ഇതുപോലെ ചേഞ്ച് ആയി കാണുന്നതാണ്. ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ, പ്രൊഡക്റ്റ് പ്രസന്റേഷൻ, എക്സിബിഷൻ തുടങ്ങിയ ഡിസൈനുകളിൽ ഈ ഫീച്ചർ വളരെ യൂസ്ഫുൾ ആണ്. അടുത്ത ഫീച്ചർ കൊറോണ ഗ്ലിൻസ് ലെയർ ആണ്. ഇത് കാർ പെയിന്റ്, ഗ്ലിറ്റർ മെറ്റീരിയൽസ്, സ്നോ, സാൻഡ് പോലുള്ള സർഫസുകളിൽ റിയലിസ്റ്റിക് ആയ സ്പാർക്കിൾ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇതിലൂടെ സാധിക്കുന്നതാണ്. മെറ്റീരിയൽസിൽ ഗ്ലിൻസ് എന്ന ഒരു സെക്ഷനിൽ വാല്യൂസ് ആഡ് ചെയ്ത് ഈ ഒരു സ്പാർക്കിളിംഗ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇതൊരു ചെറിയ ഫീച്ചർ ആണെങ്കിലും റിയലിസം ഇംപ്രൂവ് ചെയ്യുന്നതിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുകൂടാതെ ഗോസിൻ സ്പ്ലാറ്റ്സ്, AI മെറ്റീരിയൽ ജനറേറ്റർ തുടങ്ങിയ ഫീച്ചേഴ്സുകളിലും കൂടുതൽ ഇംപ്രൂവ്മെന്റ് ഇതിൽ നൽകിയിട്ടുണ്ട്.
കൊറോണ റെൻഡർ 15ലെ ഈ ന്യൂ ഫീച്ചേഴ്സിലൂടെ റെൻഡറിംഗ് വർക്ക് ഫ്ലോ മുഴുവനായി മാറ്റിമറിക്കാൻ കഴിയുമെന്ന് ഇതിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായ ഫീച്ചർ ഏതാണെന്ന് കമന്റിലൂടെ അറിയിക്കുക. 3D വിഷ്വലൈസേഷൻ സീരിയസ് ആയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓൺലൈൻ ലൈവ് കോഴ്സുകൾ എച്ച്മീഡിയയിൽ അവൈലബിൾ ആണ്. ബെറ്റർ റെൻഡർ ക്വാളിറ്റിയിൽ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യണം, 3D വിഷ്വലൈസേഷനിൽ കരിയർ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഫ്രീലാൻസ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ഫുൾ സപ്പോർട്ടോടു കൂടി ഓൺലൈനിൽ ലൈവ് കോഴ്സുകൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കോഴ്സുകളെക്കുറിച്ച് കൂടുതൽ അറിയാനായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.